ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മീനമാസം 17-ാം തീയതി, അതായത് 2017 മാർച്ച് മാസം 31-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം കാർത്തികയാണ്. പതിപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരികയും ഒപ്പം ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നമുക്ക് അധികരിപ്പിച്ച് തരികയും ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥനെ ആദ്യം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് വിഷുഫലം എങ്ങനെയാണ് മിഥുനം രാശിക്കാരെ ബാധിക്കുന്നത്, അത് ഗുണകരമാണോ ദോഷകരമാണോ, ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് ശരിയായ നിലയിൽ തരണം ചെയ്തു പോകാൻ സാധിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് മിഥുനം രാശിക്കാർക്ക് ഈ വിഷു? മിഥുനരാശിയായ മകയിരം ഒടുവിൽ 30 നാഴിക, തിരുവാതിര നക്ഷത്രം, പുണർത നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗമടങ്ങുന്ന 2 നക്ഷത്രമടങ്ങുന്ന രാശിയാണ് മിഥുനം എന്ന രാശി. മിഥുനൻ രാശിക്കാർക്ക് ലാഭസ്ഥാനത്തേക്ക് സൂര്യൻ വിഷു ദിവസം മുതൽ സംക്രമിക്കുകയും മിഥുനൻ രാശിയുടെ 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും മിഥുനൻ രാശിയുടെ ദാമ്പത്യ സ്ഥാനത്ത് ശനി, അതായത് കണ്ടകശനിയായിട്ട് 2015 ജനുവരി 26 മുതൽ അടുത്ത 2.5 വർഷത്തേക്കിന് ശരാശരി ഇടയ്ക്കൊരു വക്രം എന്ന് പറയുന്ന റിഹേഴ്സ് ഒരു 6 മാസത്തേക്കുണ്ട്. പ്രത്യേകിച്ച് അത് വരുന്ന ഒക്ടോബർ മുതൽ വീണ്ടും കണ്ടകസ്ഥാനത്തേക്ക് പുറകോട്ട് മാറി വീണ്ടും ശക്തിയോടെ തന്നെ മുന്നോട്ട് ആ ശനിഗ്രഹം വരികയാണ് ധനുരാശിയിലേക്ക്. ഏതായിരുന്നാലും വക്രത്തിൽ വരുന്ന ശനിക്കും വക്രത്തിലല്ലാതെ നിൽക്കുന്ന ശനിയും വ്യാഴക്ഷേത്രത്തിലാകിയാൽ വലിയ ദുരന്തങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ലെങ്കിലും ഈ രാശിക്കാർക്ക് പൊതുവെ വിവാഹം മുതലായി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നവർക്ക് വിവാഹാദി തടസ്സങ്ങളും, കമിതാക്കൾക്ക് തമ്മിൽ പിരിയാനുള്ള സാധ്യതകളും, ലോഹ്യത്തിലും സ്നേഹത്തിലുമൊക്കെ ഇരുന്നിരുന്ന ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ശിഥിലമാവാനുള്ള സാധ്യതകളും, എന്നാൽ അല്പസ്വല്പം തടസ്സങ്ങളിലൂടെയും കാലതാമസങ്ങളിലൂടെയും പണച്ചെലവുകളിലൂടെയും വളരെ കാലമായി ഒരു ഗൃഹനിർമ്മാണം നടത്തണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, ഒരു വീട് മോടി പിടിപ്പിക്കണം, അല്ലെ 2-ാം നില വേണം, അല്ലെങ്കിൽ വീട് പൂർത്തീകരിക്കണം, അല്ലെ ഒരു സ്ഥാപനം വേണം, അല്ലെ ഒരു വാഹനം വേണം എന്നൊക്കെ മോഹിച്ചിരുന്നവർക്ക് വസ്തുഗ്രഹ വാഹനാദികൾ, ഗ്രഹം, അതുപോലെ എക്സ്റ്റൻഷൻ ഇത്യാദികളും, അതുപോലെ തന്നെ ദേശം വിട്ട് ജോലിക്കൊക്കെ പരിശ്രമിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വിശിഷ്യ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്പസ്വല്പം തടസ്സങ്ങളും, അല്ലെ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെയും ഉദ്യോഗം മുതലായവ ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. വിവാഹാദി മംഗളകർമ്മ സിദ്ധികൾക്കാണ് ഈ രാശിക്കാർക്ക് പൊതുവെ തടസ്സം. ദാമ്പത്യത്തിലിരിക്കുന്നവർക്കും അല്പം തടസ്സം. പ്രത്യേകിച്ച് വിശിഷ്യ സ്ത്രീകൾക്ക് ഗർഭവാസ സംബന്ധവും നട്ടല് സംബന്ധവും പിടല് സംബന്ധമായ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പിതാവിനും പിതൃവഴി ബന്ധുക്കൾക്കും ഏതെങ്കിലും രോഗാതി ദുരിതങ്ങളോ ക്ലേശങ്ങളോ, അതുപോലെ തന്നെ മാതൃസ്വത്തുക്കൾ ഡിവൈഡ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ളവർക്കും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അതിനുവേണ്ടി ഉത്സാഹിച്ചിരിക്കുന്നവർക്കും അല്പമെങ്കിലും മാതൃസ്വത്ത് അല്ലെങ്കിൽ കുടുംബസ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യത കാണും. അല്പമെങ്കിൽ അല്പം, ഏക്കർ കണക്കിനുണ്ടെങ്കിൽ ഏക്കർ കണക്കിന്, അത് സാമ്പത്തികമാണ് കിട്ടുന്നതെങ്കിൽ അത് കുടുംബത്തിൽ നിന്നും മൂല കുടുംബത്തിൽ നിന്നും 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു ഓഹരി കിട്ടാനുള്ള സാധ്യതയും, ഒരു ഗൃഹനിർമ്മാണമോ എക്സ്റ്റൻഷനോ അതിനുള്ള സാധ്യതയും, വിദേശത്തേക്ക് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗവും, ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് ജോലി കാറ്റഗറി ചേഞ്ച് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളും, ദാമ്പത്യത്തിലിരിക്കുന്നവർക്ക് ദാമ്പത്യാദി ക്ലേശങ്ങളും രോഗാദി ദുരിതങ്ങളും, കമിതാക്കൾ ബന്ധം പിരിഞ്ഞ് കിട്ടുകയും കുടുംബ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ കുടുംബ ബന്ധങ്ങൾ തങ്ങളിൽ സ്വത്ത് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഗ്വാദങ്ങളിലൂടെ അഭിപ്രായ ഭിന്നതകൾ വരുവാനും കൂട്ടു ബിസിനസ്സുകാർ തമ്മിൽ ബന്ധം പിരിയുവാനും സാധ്യതകൾ കാണും. ശനിപ്പഴി ഉള്ളതിനാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ
ശനിയുടെ കാഠിന്യങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന് തുടങ്ങുന്ന ശനി സ്തോത്രങ്ങളെ കൊണ്ട് പുഷ്പാർച്ചനകൾ ശിവമൂർത്തികൾക്കും ശാസ്താമൂർത്തികൾക്കും ചെയ്ത് നീരാഞ്ജനാദികൾ നടത്തുകയോ അല്ലെങ്കിൽ പഞ്ചബ്രഹ്മം മുതലായ കർമ്മങ്ങളെ ചെയ്ത് ദാമ്പത്യത്തിലിരിക്കുന്ന ദമ്പതികൾക്ക്, അതുപോലെ വിവാഹമൊക്കെ നിശ്ചയിച്ച് വച്ചിരിക്കുന്നവർക്ക് മുടങ്ങാതിരിക്കാൻ, അതുപോലെ തന്നെ ഉദ്യോഗം മുതലായവയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് തത്സമയങ്ങളിൽ ഏതെങ്കിലും കമ്പനിക്ക് ഷോർട്ടേജോ മറ്റേതെങ്കിലും സാങ്കേതിക തടസ്സങ്ങളോ, അതുപോലെ ഗവൺമെൻറ് തലത്തിൽ ഇൻ്റർവ്യൂ ടെസ്റ്റ് മുതലായവയൊക്കെ പാസ്സായി ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് വേറെ ഏതെങ്കിലും കോടതി മുഖാന്തരമൊക്കെ ഉള്ള സ്റ്റേ മുതലായതൊക്കെ വരാതിരിക്കുന്നതിനും, തടസ്സങ്ങൾ വഴിമാറുന്നതിനും, ബിസിനസ് മേഖലയിലുള്ളവർക്ക് നഷ്ടകഷ്ടങ്ങളും പങ്കുകൾ പിരിയാതെ മുന്നോട്ട് ഐശ്വര്യപ്രദമായി പോകുന്നതിനും, ഗൃഹനിർമ്മാണം, സ്ഥാപനം, മറ്റ് വാഹനം മുതലായവയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കത് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതിനും പഞ്ചബ്രഹ്മം മുതലായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്ത് തടസ്സങ്ങൾ മാറ്റാവുന്നതാണ്. ഇപ്രകാരം മകയിരം തിരുവാതിര പുണർന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണാധിക്യം ഈ വരുന്ന ജൂൺ മാസം മുതൽ കൂടി വരികയും ദോഷകാഠിന്യങ്ങൾക്ക് സൂചിപ്പിച്ച പ്രതിവിധികളൊക്കെ ചെയ്ത് കാഠിന്യം അകറ്റാവുന്നതുമാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾക്കും ഒപ്പം പ്രശ്നപരിഹാരങ്ങൾ അറിയുന്നതിനും ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കുമൊക്കെയായി സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങളും നിർദ്ദേശങ്ങളും അറിവുകളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.